മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെതിരെ വാർത്ത സൃഷ്ടിച്ചിട്ടുള്ള ആ മാപ്രയാണ് ഈ കാണുന്നത്. മിഥുൻ കുര്യാക്കോസ് മുഖ്യമന്ത്രിയുടെ മകന് 2023 ഇ ഡി നോട്ടീസ് അയച്ചു. അതിൽ ആദ്യ ദിവസം ഇവന്റെ വാർത്ത ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ്. അത് പൊളിഞ്ഞപ്പോൾ രണ്ടാമത്തെ ദിവസം അവന്റെ വാർത്ത ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പ്രത്യേക പ്രിവിലേജ് ഉള്ള വ്യക്തിയല്ല. ആർക്കെതിരെ എന്ത് തെമ്മാടുത്തവും മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എഴുതാനുള്ള അധികാരവും ഇല്ല. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന മിഥുൻ കുര്യാക്കോസിനെ പോലുള്ളവരെ ചെയ്യേണ്ട ഒരു കാര്യം, മിഥുൻ കുര്യാക്കോസിനും അയാളുടെ പ്രായം വെച്ചിട്ട് ചിലപ്പോ മക്കളുണ്ടാകും, അത് മകളോ മകനോ ആയിക്കോളും. അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് അച്ഛൻ കോടികൾ മനോരമയിലൂടെ കൂലിയെഴുത്ത് നടത്തി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയാണ് തീറ്റിപ്പോറ്റിയത് എന്ന നിലയിലേക്ക് എഴുതി പ്രചരിപ്പിക്കുകയല്ലേ വേണ്ടത്? സ്വാഭാവികമായി ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ചിലർ പർച്ചേസ് ചെയ്യുമ്പോൾ മടി നിറച്ച് മാമൻ മാപ്പിള കൊടുക്കുന്നതിന് പുറമെ രാഷ്ട്രീയക്കാർ കൊടുക്കുന്നത് കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം അതിൽ നിന്നൊരു വിഹിതമെടുത്ത് മക്കൾക്ക് തിന്നാൻ കൊടുത്തതിന് ശേഷം ആർക്കെതിരെയും എന്ത് അന്തസ്സില്ലായ്മ എഴുതി വിടുന്നതാണോ മാധ്യമ പ്രവർത്തനം? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇതാദ്യമായിട്ടാണോ? നേരത്തെയും മകൾക്കെതിരെയും അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു തൊഴിലിനെ മുൻനിർത്തിക്കൊണ്ട് മാസപ്പടി എന്ന കഥ സൃഷ്ടിച്ചു വിട്ടതും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഇതുപോലത്തെ ചില പെയ്ഡ് മാപ്രകളാണ്. കാര്യം, മനോരമയ്ക്കകത്ത് ജോലി ചെയ്യുമ്പോൾ ഇതുപോലുള്ള എന്ത് പെയ്ഡ് തെമ്മാടുത്തവും ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ എഴുതിവിടാം. അതെന്തോ അവകാശമാണ്, മാധ്യമധർമ്മം എന്നാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരായിട്ടുള്ളയോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരുടെ കുടുംബത്തെക്കുറിച്ചൊന്നും ഇവനൊന്നും ഒരു കാലത്തും എഴുതിയിട്ടില്ല, എഴുതുകയും വേണ്ട. പക്ഷേ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മക്കളെ ചുറ്റിപ്പറ്റി ഇതുപോലെ സ്പോൺസേർഡ് കൂലി എഴുത്തുകാരുണ്ട്. ആ സ്പോൺസേർഡ് കൂലി എഴുത്തുകാരെ അവർ ചെയ്യുന്നത് എന്താണോ അതുപോലെ സ്വന്തം ജീവിതാനുഭവം കൂടി ഉണ്ടാക്കി കൊടുത്താലേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്തെന്ന് ഇവനൊക്കെ മനസ്സിലാക്കത്തുള്ളൂ. മിഥുൻ കുര്യാക്കോസിന്റെ കുടുംബത്തിന്റെ, അതായത് ഭാര്യയുടെയും മക്കളുടെയും പേരിലൊക്കെ ഒരു കഥ ഉണ്ടാക്കിയതിനു ശേഷം മിഥുൻ കുര്യാക്കോസ് സംഘപരിവാറിന്റെ ഔദാര്യം പറ്റിയാണ് മക്കളെ പഠിപ്പിച്ചു എന്നുള്ള കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതുമ്പോഴാണ് അത് മക്കളുടെ ഫോട്ടോ വെച്ച് പ്രചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകുള്ളൂ. അല്ലാതെ മാധ്യമ പ്രവർത്തനം എന്ന പ്രിവിലേജിനകത്തിരുന്നു കൊണ്ട് ഒരു നാട്ടിൽ അത് യഥേഷ്ടം അനുവദിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആർക്കെതിരെയും രാഷ്ട്രീയത്തിന് വേണ്ടി തെമ്മാടിത്തരം എഴുതി കഴിഞ്ഞാൽ അതിനെ വകവെച്ചു കൊടുക്കുന്നിടത്താണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ചെയ്യുന്നവൻ ഏവനാണോ, അതും അർദ്ധസത്യങ്ങളെ സത്യങ്ങളാക്കി അവതരിപ്പിക്കുന്ന രീതി, ആ പ്രവൃത്തിയെ അതേ നാണയത്തിൽ തന്നെയാണ് നേരിടേണ്ടത്. അതുകൊണ്ട് മിഥുൻ കുര്യാക്കോസ് UDF-ന് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ വിടുപണി ചെയ്ത ഈ ഒരു കൂലിയെഴുത്ത്, അതിനെ അയാളുടെ കുടുംബത്തിലുള്ളവർ ഇവരുടെ ഔദാര്യം പറ്റി മക്കളെ തീറ്റിപ്പോറ്റുന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള നെറുകെട്ട പ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്.